ഫെമ നിയമലംഘനവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട ചില രേഖകൾ ഇ.ഡി. ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്നലെ രാവിലെ ഏതാണ്ട് 9 മണിയോട് കൂടി ആരംഭിച്ച റെയ്ഡ് ഇന്ന് പുലർച്ചെ 4:30 കൂടിയാണ് ചെന്നൈയിൽ അവസാനിച്ചത്. ചെന്നൈയിൽ ഗോകുലം ഗോപാലിൻ്റെ വീട്ടിലും അതുപോലെ തന്നെ കോടമ്പാക്കത്തെ ഓഫീസിലുമാണ് പരിശോധനകൾ നടന്നത്. ഇതിൽ ക്രമക്കേടുകൾ കണ്ടെത്തി എന്നുള്ള ഒരു വിവരമാണ് ഇ.ഡി. ഉദ്യോഗസ്ഥർ ഇപ്പോൾ പുറത്തുവിടുന്നത്. ഈ പുറമേ നിന്ന് വന്ന പണം, അതായത് വിദേശത്തു നിന്ന് പണം ഈ എമ്പുരാന് വേണ്ടി നിക്ഷേപിച്ചിട്ടുണ്ടോ എന്നൊക്കെ പരിശോധിക്കുന്നുണ്ട്. 2022 രജിസ്റ്റർ ചെയ്ത കേസിലാണ് ഈ പരിശോധനകളെല്ലാം നടക്കുന്നതെന്നും ഇ.ഡി. വൃത്തങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. ഏതായാലും ഇന്നലെ ചെന്നൈയിലും കോഴിക്കോടും ഉൾപ്പെടെ 5ഇടത്താണ് പരിശോധനകൾ നടന്നത്. ഇതിൽ വലിയ ക്രമക്കേടുകൾ കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് ഇ.ഡി. ഉദ്യോഗസ്ഥർ പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഗോകുലം ഗോപാലിനെ ഇന്നലെ വൈകിട്ട് 6:30 മുതൽ ചെന്നൈയിലെ കോടമ്പാക്കത്തെ ഓഫീസിൽ വെച്ച് ചോദ്യം ചെയ്തിരുന്നു. ഇനി വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ കൊച്ചിയിൽ വെച്ചായിരിക്കും ചോദ്യം ചെയ്യലെന്നും ഇ.ഡി. വൃത്തങ്ങളെ നിന്ന് ലഭിക്കുന്ന വിവരം. ഏതായാലും ഫെമ ചട്ടങ്ങൾ ലംഘിച്ചിട്ടുണ്ട് എന്നുള്ള വിവരം തന്നെയാണ് പുറത്തു വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട കേസുമായി മുന്നോട്ട് പോകും എന്ന് തന്നെ ഇ.ഡിയുടെ നടപടികൾ വേഗത്തിലാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഈ എമ്പുരാൻ സിനിമയുമായി ബന്ധപ്പെട്ടാണ് ഇതിനു മുൻപും ഈ ഗോകുലം ഗ്രൂപ്പിൻ്റെ ഓഫീസുകളിൽ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം ഉണ്ടായിട്ടുണ്ട്. 2017 78ഓളം ഓഫീസുകളിൽ ആദായ നികുതി വകുപ്പിൻ്റെ പരിശോധന ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇ.ഡിയുടെ പരിശോധന തുടർന്നും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ എമ്പുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളെ തുടർന്നാണ് ഈ പരിശോധനകളൊക്കെ കുറച്ചുകൂടി ബന്ധപ്പെട്ട വിവാദങ്ങളെ തുടർന്നാണ് ഇത്തരത്തിലൊരു പരിശോധന. ഇതൊരു പകപോക്കലാണ്, രാഷ്ട്രീയ പകപോക്കലാണ് തുടങ്ങിയ കാര്യങ്ങളാണ് ചുറ്റുപാടും നിന്നും ഉയരുന്നത്, ആരോപണങ്ങളാണ് വരുന്നത്. പക്ഷേ ആ സാഹചര്യത്തിലും ചില രേഖകളും പണവും പിടിച്ചെടുത്തു എന്നാണല്ലോ പറയുന്നത്. തീർച്ചയായിട്ടും അതായത് ക്രമക്കേടുകൾ നടന്നു എന്ന് തന്നെയാണ് ഇ.ഡി. പറയുന്നത്. പക്ഷേ അത് നമ്മൾ ഈ ഒരു സാഹചര്യം തന്നെയാണ് ഈ റെയ്ഡിനെ കൂടുതൽ ശ്രദ്ധേയമാക്കുന്നത്. എമ്പുരാൻ ഇറങ്ങി കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിക്കെതിരെ അതിൽ വിമർശനങ്ങൾ ഉണ്ടാകുന്നു, അവർക്ക് അലോസരമുണ്ടാക്കുന്ന വിവരങ്ങൾ ആ സിനിമയിൽ ഉണ്ടാകുന്നു. അതിൻ്റെ നിർമ്മാതാവിനെ തൊട്ട് പിന്നാലെ അദ്ദേഹത്തിൻ്റെ സ്ഥാപനങ്ങളിൽ പരിശോധനയുമായി കേന്ദ്ര ഏജൻസികൾ വരുന്നു. ഇത് തന്നെയാണ് ഈ റെയ്ഡിനെ കാര്യമായിട്ട് ഇപ്പോൾ ഒരു ശ്രദ്ധേയമാക്കാനുള്ള ഒരു വാർത്താ പ്രാധാന്യം നേടാനുള്ള പ്രധാന കാരണം. പക്ഷേ നേരത്തെ മൂർത്തി സൂചിപ്പിച്ച പോലെ തന്നെ 2017 മുതൽ തന്നെ ഈ കേന്ദ്ര ഏജൻസികളുടെ റഡാറിൽ ഗോകുലം ഗ്രൂപ്പ് ഉണ്ട് എന്നുള്ള കാര്യം കൂടി, വസ്തുത കൂടി നമ്മൾ വിട്ട് കളഞ്ഞുകൂടാ. പക്ഷേ ഇത്രയും കാലം കഴിഞ്ഞിട്ടും ഈ 2022 രജിസ്റ്റർ ചെയ്ത കേസ് എന്നൊക്കെ പറയുന്നു, ഇ.ഡി. സ്വമേധയാ രജിസ്റ്റർ ചെയ്ത കേസ് എന്നൊക്കെ പറയുന്നു. പക്ഷേ അതിനുശേഷം 3 കൊല്ലത്തിന് ശേഷം ഈ ഒരു സാഹചര്യം തന്നെ ഇതിന് തെരഞ്ഞെടുത്തതാണ് സംശയങ്ങൾ ഉയരാനുള്ള അല്ലെങ്കിൽ വിമർശനങ്ങൾ ഉയരാനുള്ള പ്രധാന കാരണം. ഏതായാലും പരിശോധനകൾ ഇനിയും തുടരും. ഇന്ന് ചെന്നൈയിലെ പരിശോധന പൂർത്തിയായി എന്നുള്ള വിവരമാണ് ഇ.ഡി. വൃത്തങ്ങളിൽ നിന്ന് നിലവിൽ ലഭിക്കുന്നത്. ഗോകുലം ഗോപാലിനെ വൈകാതെ, അതായത് ഇപ്പോൾ പിടിച്ചെടുത്ത രേഖകൾ വിശദമായി പരിശോധിച്ച ശേഷം അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും ഇനി അടുത്ത ഘട്ടത്തിൽ ചോദ്യം ചെയ്യൽ ഉണ്ടാവുക.